മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. അവരുടെ കഷ്ടകാലം. എല്ലായിടത്തും ഇടുവോ മെഹന്തി? കൈക്ക് എത്ര? അപ്പൊ കാലിനാ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവള് ഈ ജീൻസും കോപ്പും ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഇവളുടെ സ്വഭാവം തനി ചന്ത. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് കിടക്കാം. RJ അഞ്ജലിയുടെ വിഷയത്തിൽ ഒപ്പമുള്ള പെൺകുട്ടി മാപ്പ് പറഞ്ഞില്ല എന്നുള്ളൊരു വിഷയം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പമുള്ള പെൺകുട്ടിയുടെ മാപ്പ് കൂടി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എനിക്കതൊന്ന് കാണണം തന്നെയാ. ഹലോ, നമസ്കാരം. ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി, ഞാൻ നാട്ടിലായിരുന്നു. ചേച്ചി കോയമ്പത്തൂരായിരുന്നു. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഞാൻ ഇന്നലെ നടുറോട്ടിൽ വെച്ച് കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി. മാപ്പ് മാപ്പ് മാപ്പ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. എന്ത് കണ്ടിട്ടാടി ഈ അഹങ്കാരം? ഇനി മെയിനായിട്ട് ഞാനിവിടെ വെക്കുന്നത് ഈ ഒരു ചർച്ച നിങ്ങൾ കാണണം. ഫോൺ കട്ട് ചെയ്തിട്ട് പോയ ഒരാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരാളിൻ്റെ വിഷയത്തിനെ നാളെ ഇനി ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സംഭവം. അത് ന്യായം. ഓക്കെ, ഒരു അബദ്ധം സംഭവിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷയമുണ്ടായി, അതിൽ മാപ്പ് പറയുന്നു. അതിനുശേഷവും തുടരുന്ന സൈബർ ആക്രമണം, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചിലരൊക്കെ പറയുന്നത് ഇങ്ങനെ ആക്രമിക്കാൻ പാടുണ്ടോ ഒരാളെ എന്നുള്ളതാണ്. ചോദിച്ചു മേടിച്ചതാ സാറേ. ഇത് ഇത്ര ലൈറ്റ് ആയിട്ടാണ് പറയുന്നത് അല്ലേ? അത് ആ വാക്ക് ഉപയോഗിച്ചതൊരു വിഷയമല്ല, ആ പ്രശ്നം തീർന്നു. ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് കിട്ടുന്ന പരിഗണനയല്ലേ? അത് ശരിയാ. ഇവിടെ തൊപ്പി വളിപ്പാട്ട് പാടി എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസ് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പോലീസ് കേസ് വന്നു തൊപ്പിക്ക്. അയ്യോ, എന്തായിരുന്നു തൊപ്പീനെ പിടിച്ചോണ്ടോയത്? പോലീസുകാര് വീട്ടിൽ വരുന്നു, അതിൽ ചവിട്ടി പൊള്ളിക്കണു. അവസ്ഥ വളിന്ന് പറഞ്ഞാ ഇത് നടക്കുന്നത്. അന്ന് ഇതൊരു രസമാണെന്നോ, ഇതൊരു അബദ്ധം പറ്റിയതാണെന്നോ, ഇതൊരു അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ ആ തൊപ്പിക്ക് കിട്ടിയിട്ടുണ്ടോ? തൊപ്പിക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി.